തമ്മിലടി അവസാനിപ്പിക്കാനാകാതെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടിക. പത്തനംതിട്ട സീറ്റിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു. പ്രഖ്യാപനം വൈകുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തി. മുരളീധര പക്ഷം കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയാകുമെന്നാണ് മുരളീധര വിഭാഗത്തിന്റെ പരാതി. പ്രധാന നേതാക്കളെ ഒഴിവാക്കി ദുർബലരെ മത്സരിപ്പിക്കുന്നതിലും ബി.ജെ.പിയിൽ അമർഷമുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ജീവൻ ചേരുന്നു. അതായത് പത്തനംതിട്ട സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും ഒടുങ്ങാതെ ബി.ജെ.പിയിൽ തുടരുകയാണ്. ശ്രീധരൻപിള്ള വിഭാഗവും സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള മുരളീധര വിഭാഗവും ഒരേ കടുംപിടുത്തത്തിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് പുതിയ വിവരം. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ജീവൻ? ഒരുപക്ഷെ നൃപൻ, ബി.ജെ.പി. അതിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഒരുപക്ഷെ ബി.ജെ.പി. നേതൃത്വം ഇത്ര സങ്കീർണമായ ഒരു രാഷ്ട്രീയ പ്രോസസ്സിലൂടെ ഒരു ഘട്ടത്തിൽ പോലും കടന്നുപോയിട്ടില്ല. അല്ലെങ്കിൽ ഇത്ര സങ്കീർണമായൊരു സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയിലൂടെ ഒരു ഘട്ടത്തിൽ പോലും കടന്നുപോയിട്ടില്ല എന്നതാണ് വസ്തുത. ഒരുപക്ഷെ മുൻപുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വളരെ വേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന ഒരു കടമയാണ് ബി.ജെ.പിക്ക് മുന്നിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ മുൻപ് അവർ അനുവർത്തിച്ചു വന്നിരുന്ന എല്ലാ ഫോർമുലകളും ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. സാമുദായികമായ സന്തുലനം പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു ആത്മവിമർശനം ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വിട്ടതിന് പിന്നാലെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കന്മാർ തന്നെ പങ്കുവെക്കുന്നു. പല മണ്ഡലങ്ങളിലും സാമുദായികമായ പരിഗണനകൾ തങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല എന്നൊരു വിമർശനം ഈ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ചുണ്ട്. രണ്ട്, ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നേടും എന്ന് കരുതപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നായ പത്തനംതിട്ടയിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത് ബി.ജെ.പിക്കുള്ളിൽ ഒരു വല്ലാത്ത അസ്വാരസ്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് എന്നത് അവിതർക്കിതമായൊരു വസ്തുതയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട സീറ്റിന് വേണ്ടി ഭൈമീ കാമുകന്മാരായ ഏതാണ്ട് 4-ലേറെ നേതാക്കന്മാർ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടായിരുന്ന 2 പേർ, അതിലൊരാൾ മത്സരിക്കുന്നില്ല എന്ന് ആദ്യമേ തൻ്റെ നിലപാട് വ്യക്തമാക്കി. എം.ടി. രമേശ്, അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം തൻ്റെ ഗ്രൂപ്പുകാരൻ കൂടിയായ പി.എസ്. ശ്രീധരൻപിള്ളയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വയം ഒഴിയുകയായിരുന്നു. താൻ മാറുന്നതോടുകൂടി അവിടേക്ക് പി.എസ്. ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയായി എത്തും എന്നതായിരുന്നു എം.ടി. രമേശ് സ്വാഭാവികമായും കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി തൃശൂർ സീറ്റിന് വേണ്ടി 2 വർഷത്തിലേറെയായി ലക്ഷ്യമിട്ടിരുന്ന കെ സുരേന്ദ്രനെ അവിടെ ഒരു കാരണവശാലും മത്സരിപ്പിക്കാനാവില്ല എന്ന് RSS നേതൃത്വം അവിടെ തീരുമാനമെടുത്തതോടുകൂടി കെ സുരേന്ദ്രൻ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയ്ക്ക് വേണ്ടി പിടിമുറുക്കിയതോടുകൂടിയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത്. അപ്രതീക്ഷിതമായി കേന്ദ്രമന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനവും പത്തനംതിട്ട സീറ്റിന് വേണ്ടി പിടിമുറുക്കി. തുടർന്ന് 3 പേരുകൾ ഉണ്ടായിരുന്ന സീറ്റിൽ ഒരു ഏകീകൃതമായി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ. തുടർന്ന് അൽഫോൺസ് കണ്ണന്താനത്തെ ഇപ്പോൾ എറണാകുളത്തേക്ക് മാറ്റിയെങ്കിലും 2 നേതാക്കൾ ഇപ്പോഴും പത്തനംതിട്ടയ്ക്ക് വേണ്ടി നിൽക്കുന്നു. അതിൽ ആർക്കായിരിക്കും NSSന്റെ പിന്തുണ എന്നതാണ് പ്രധാനമായും തർക്ക വിഷയം. അവിടെ പി.എസ്. ശ്രീധരൻപിള്ളയുടെ ക്ലെയിം ഇതാണ്: താൻ NSSന് വേണ്ടി വർഷങ്ങളായി കേസുകൾ നടത്തുന്ന വ്യക്തിയാണ്. NSS നേതൃത്വവുമായി തനിക്ക് ആ രൂപത്തിൽ ഒരു ആത്മബന്ധമുണ്ട്. അതിനാൽ തന്നെ തൻ്റെ പേരിനാണ് അവിടെ മുൻതൂക്കമുണ്ടായാൽ തനിക്ക് നായർ വോട്ടുകൾ ലഭിക്കും എന്നതാണ് ശ്രീധരൻപിള്ള പറയുന്നത്. എന്നാൽ കെ സുരേന്ദ്രൻ ശബരിമല സമരത്തിൽ താൻ ജയിലിൽ അടക്കം പോയിട്ടുള്ള ആളാണ്. അതിനാൽ തനിക്കാണ് ക്ലെയിമെന്ന് കെ സുരേന്ദ്രനും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. കെ സുരേന്ദ്രന് വേണ്ടി മുൻ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരന്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ സമ്മർദ്ദവുമായി രംഗത്തുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരും മത്സരിക്കുന്ന പശ്ചാത്തലത്തിൽ തനിക്ക് മാത്രം സീറ്റ് നിഷേധിക്കുന്നത് അത് ഒരു നീതീകരണത്തിന്റെ പ്രശ്നമാവും, അല്ലെങ്കിൽ ഒരു ന്യായയുക്തമായ തീരുമാനമായി അത് പൊതുജനം വിലയിരുത്തില്ല എന്നൊരു അഭിപ്രായം പി.എസ്. ശ്രീധരൻപിള്ളയും പറയുന്നു. ഇവിടെയാണ് ഒരു തർക്ക വിഷയമായി ഈ വിഷയം നിൽക്കുന്നത്. 2,
മറ്റൊരു ഫോർമുലയായി അവർ പറയുന്നത് നിലവിൽ BDJS-നാണ് തൃശൂർ സീറ്റ് നൽകിയിരിക്കുന്നത്. ആ തൃശൂർ സീറ്റ് BDJS-ന് നൽകുമ്പോൾ അവരുമായി ഉണ്ടാക്കിയിരിക്കുന്ന അനൌദ്യോഗികമായ ഒരു ധാരണ അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നതാണ്. തുഷാർ വെള്ളാപ്പള്ളി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് തൃശൂരിൽ വരുന്നതെങ്കിൽ ഏകപക്ഷീയമായി BDJS-ഉമായുള്ള എല്ലാ സഖ്യ സാധ്യതകളും ഇല്ലാതാക്കി സഖ്യമില്ലാതെ BJP മുഴുവൻ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കും. അങ്ങനെയെങ്കിൽ തൃശൂർ സീറ്റിൽ BDJS-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നതാണ് BJP വൃത്തങ്ങൾ നൽകുന്ന മറ്റൊരു വിശദീകരണം. അങ്ങനെ വന്നാൽ കെ സുരേന്ദ്രൻ തൃശൂരിലേക്കും PS ശ്രീധരൻപിള്ള പത്തനംതിട്ടയിലും മത്സരിക്കും എന്നതാണ് BJP-യുടെ നിലവിലെ തീരുമാനം. നിർമ്മൽ ജീവൻ ഒന്നുകൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതായത് PS ശ്രീധരൻപിള്ള BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ എത്തിയ സാഹചര്യം മുതൽ മുരളീധര വിഭാഗം കരുനീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. തുടർന്നാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദ പ്രസ്താവന PS ശ്രീധരൻപിള്ള നടത്തിയത്. ഇതിൽ കൈകാര്യം ചെയ്യുന്നതിൽ ശബരിമല വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രീധരൻപിള്ള തികഞ്ഞ പരാജയമാണ് എന്ന വിമർശനം ഉയർന്നു. അതിനുശേഷം PS ശ്രീധരൻപിള്ളയെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെ വലിയ തോതിൽ അപ്രസക്തമാക്കുന്ന നിലയിലാണ് കുമ്മനം തിരിച്ചെത്തിയത്. ഇപ്പോൾ സീറ്റ് തർക്കത്തിലും വലിയ വിഷയത്തിലേക്ക് PS ശ്രീധരൻപിള്ള ഒറ്റപ്പെടുന്നു. അതായത് PS ശ്രീധരൻപിള്ളയ്ക്ക് നേരെയുള്ള ഒരു വിഭാഗത്തിന്റെ പ്രധാനമായി പ്രബല വിഭാഗമായ മുരളീധരന്റെ കരുനീക്കം കൂടിയായി ഇതിനെ കാണേണ്ട വരില്ലേ? നിർഭന ഏതാണ്ട് 2014 അതിന് തികച്ചും ചരിത്രപരമായ ചില വസ്തുതകൾ കൂടിയുണ്ട്. കാരണം BJP എല്ലാ കാലഘട്ടത്തിലും BJP ചെയ്യുന്ന ഒരിത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJP ഒരു ക്ലിയർ മാർജിനിലേക്ക് കേരളത്തിൽ ഒരു വലിയ ഒരു മൂന്നാം ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് V മുരളീധരനെ ഏകപക്ഷീയമായി അന്ന് RSS നേതൃത്വം ഇടപെട്ടുകൊണ്ട് മാറ്റുന്നത്. RSS സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ ശക്തമായ എതിർപ്പായിരുന്നു V മുരളീധരനെ മാറ്റുന്നത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 8 മാസങ്ങൾ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് എന്നതാണ് വസ്തുത. അത് ഒരിക്കൽ കൂടി ആ ചരിത്രം പ്രഹസനമായി ആവർത്തിച്ചു. അത് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പടിവാതുക്കൽ വെച്ച് ഉപതെരഞ്ഞെടുപ്പിന്റെ പടിവാതുക്കലിൽ വെച്ച് കുമ്മനം രാജശേഖരനെ എയർലിഫ്റ്റ് ചെയ്ത് മേഘാലയയിലേക്ക് കൊണ്ടുപോയി. ഈ 2 തെരഞ്ഞെടുപ്പുകൾ, ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതുക്കലിലും 2 നിർണായകമായ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പടിവാതുക്കലിലും നായകനെ നഷ്ടപ്പെട്ട കപ്പിത്താനെ പോലെയായി, നായകൻ ഇല്ലാത്ത ഒരു കപ്പലായി BJP മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. സമാനമായ സ്ഥിതിവിശേഷമാണ് ഒരുപക്ഷെ ഏറെ നാളുകൾ നീണ്ടുനിന്ന തർക്ക വിതർക്കങ്ങൾക്കൊടുവിലാണ് ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി PS ശ്രീധരൻപിള്ള രംഗത്തെത്തിയത്. PS ശ്രീധരൻപിള്ള സംസ്ഥാന അധ്യക്ഷനാകുമെന്ന് ഒരു ഘട്ടത്തിൽ പോലും BJP-യിൽ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. AN രാധാകൃഷ്ണനും കെ സുരേന്ദ്രനും തമ്മിലുള്ള തർക്കം തുടരുന്ന പശ്ചാത്തലത്തിലാണ് മുൻ സംസ്ഥാന അധ്യക്ഷനായ PS ശ്രീധരൻപിള്ളയ്ക്ക് ഒരിക്കൽ കൂടി നറുക്കു വീണത്. എന്നാൽ ഇന്ന് ശ്രീധരൻപിള്ളയെ ചൊല്ലിയാണ്, പ്രധാനമായും സംസ്ഥാന അധ്യക്ഷനെ ചൊല്ലിയാണ് BJP-ക്കുള്ളിൽ ഒരു പുതിയ ഒരു ചേരിതിരിവ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ശ്രീധരൻപിള്ള ആഗ്രഹിച്ചു. അവിടെ കുമ്മനം രാജശേഖരൻ വന്നതോടുകൂടി പത്തനംതിട്ടയിലേക്ക് മാറി. പത്തനംതിട്ടയിൽ നിൽക്കുമ്പോൾ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒരു വെല്ലുവിളി ഉയർത്തുന്നു. ഒരുപക്ഷെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന അധ്യക്ഷനും തമ്മിലുള്ള ആർക്കായിരിക്കും, അതിൽ ആരോടൊപ്പമായിരിക്കും കേന്ദ്ര നേതൃത്വം നിലയുറപ്പിക്കുക എന്ന നിർണായകമായ ചോദ്യത്തിനാണ് ഇനി ഇവിടെ മറുപടി ലഭിക്കേണ്ടത്. അത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിന് 2 കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതിലൊന്ന്, BDJS തുഷാർ വെള്ളാപ്പള്ളി അല്ല തൃശ്ശൂരിൽ മത്സരിക്കുന്നതെങ്കിൽ ആ സീറ്റ് ഏകപക്ഷീയമായി BJP ഏറ്റെടുക്കും. തുടർന്ന് അവിടെ കെ സുരേന്ദ്രൻ മത്സരിക്കും. PS ശ്രീധരൻപിള്ള പത്തനംതിട്ടയിലും മത്സരിക്കും. അല്ല എങ്കിൽ ആർക്കായിരിക്കും പത്തനംതിട്ട സീറ്റിന്റെ കാര്യത്തിൽ നറുക്കുണ്ടാവുക എന്നത് ഇനിയും അവ്യക്തമായ, ഇനിയും നമ്മൾ ഏറെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. വിവരങ്ങൾ വ്യക്തമാണ് ജീവൻ. പത്തനംതിട്ട സീറ്റിനെ ചൊല്ലി BJP-യിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. അതൃപ്തി അറിയിച്ച് മുരളീധര വിഭാഗം കേന്ദ്ര നേതാക്കൾക്ക് പരാതി നൽകി എന്ന വിവരമാണ് ഇപ്പോൾ ജീവൻ നൽകിയത്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ലെന്ന് MD രമേശ്. ഒരുമിച്ച് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പത്തനംതിട്ടയിൽ സംസ്ഥാന നേതൃത്വം ഒരു പേരാണ് നൽകിയത്. കേന്ദ്ര നേതൃത്വത്തിന് എല്ലാ കാര്യങ്ങളും പരിഗണിക്കേണ്ടി വരുമെന്നും MD രമേശ് പറഞ്ഞു. അല്ല, എല്ലാം ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന ആണ് എല്ലാവരും ആഗ്രഹിച്ചത്. പക്ഷേ
ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഓരോ പാർലമെന്റ് മണ്ഡലത്തെക്കുറിച്ചും വിശദമായിട്ട് പരിശോധന നടത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും അനിശ്ചിതത്വമുള്ളതായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാന ഘടകം സമർപ്പിച്ചിട്ടുള്ള പേരുകൾ മാറേണ്ടതിനെക്കുറിച്ചോ ഒന്നും തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കേരള ഘടകത്തോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന ഘടകം സമർപ്പിച്ച പട്ടികയിൽ നിന്ന് വലിയ മാറ്റമില്ലാതെ തന്നെ ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് PS ശ്രീധരൻപിള്ള. പാർട്ടി പാർലമെന്ററി ബോർഡ് ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും ശ്രീധരൻപിള്ള കൊച്ചിയിൽ പറഞ്ഞു. അതേസമയം നിലവിലെ സ്ഥാനാർത്ഥി പട്ടിക സ്വാഗതാർഹമാണെന്നും രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. സീനിയർ മിനിസ്റ്റേഴ്സും സീനിയർ നേതാക്കന്മാരും ഒക്കെ ഉൾപ്പെടുന്ന പാർലമെന്ററി ബോർഡാണ് തീരുമാനമെടുക്കേണ്ടത്. പാർലമെന്ററി ബോർഡ് ആദ്യം ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിരുന്നു. അതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരെ പ്രധാനമന്ത്രി ഉൾപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ തന്നിരുന്നു. അതനുസരിച്ചിട്ട് അവരും കൂടെ ചേർത്ത് വീണ്ടും ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ അവിടുന്ന് പോകുന്നതാണ്. ഡിസ്കഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷം അവർ അൾട്ടിമേറ്റായിട്ട് എന്താണെന്നുള്ളത് ഇപ്പം അവർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാന്യമായ പടിയിറക്കത്തിന് പോലും അവസരം നൽകാതെയാണ് LK അദ്വാനിക്ക് BJP ഇത്തവണ സീറ്റ് നിഷേധിച്ചത്. അദ്വാനിക്ക് പകരം അമിത്ഷാ ഗാന്ധിനഗർ സീറ്റിൽ നിന്ന് മത്സരിക്കുമ്പോൾ പാർലമെന്ററി രംഗത്തും മോദിക്ക് ശേഷം അമിത്ഷാ തന്നെയെന്ന സൂചന വ്യക്തം. BJP മാർഗനിർദ്ദേശക മണ്ഡലിൽ അംഗമായ മുരളി മനോഹർ ജോഷിക്കും കാൺപൂരിൽ വീണ്ടും അവസരം നൽകാൻ ഇടയില്ല. അദ്വാനിക്ക് സീറ്റ് നൽകാതെയുള്ള സ്ഥാനാർത്ഥി പട്ടികയിലൂടെ രണ്ട് സന്ദേശങ്ങളാണ് BJP നൽകുന്നത്. മോദിയും അമിത്ഷായും ചേർന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് LK അദ്വാനി എന്ന സ്ഥാപക നേതാവിന്റെ നിർബന്ധിത വിരമിക്കൽ പ്രഖ്യാപിച്ചു. പാർലമെന്ററി രംഗത്ത് മോദിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് അമിത്ഷാ തന്നെ എന്ന പ്രഖ്യാപനമാണ് രണ്ടാമത്തേത്. 6 തവണ അദ്വാനി മത്സരിച്ച ഗാന്ധിനഗറിൽ അമിത്ഷാ മത്സരിക്കുന്നതിന്റെ ഉദ്ദേശവും ഇതുതന്നെ. അദ്വാനിയുടെ മകൻ ജയന്തിനെ പരിഗണിച്ച ഗാന്ധിനഗറിൽ തന്നെ അമിത്ഷാ മത്സരിക്കാൻ തീരുമാനിച്ചതും ഇക്കാര്യം അടിവരയിടുന്നു. മുതിർന്ന നേതാക്കൾ മത്സരരംഗത്ത് നിന്ന് സ്വയം പിന്മാറുകയാണ് സാധാരണ രീതി. എന്നാൽ അദ്വാനിയാകട്ടെ ഇതേവരെ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയതുമില്ല. എന്നിട്ടും അദ്വാനിയുടെ അഭിപ്രായം പോലും കേൾക്കാൻ തയ്യാറാകാതെ മോദിയും അമിത്ഷായും അദ്വാനിയെ പരിഗണിക്കാതിരുന്നത് 2014 മുതൽ തുടരുന്ന അവഗണനയുടെ ഒടുവിലെ ഉദാഹരണമാണ്. അദ്വാനിക്ക് പാർലമെന്ററി രംഗത്ത് 50 വർഷം തികയ്ക്കാനുള്ള അവസരം നിഷേധിച്ചതിൽ ഒരു വിഭാഗം നേതാക്കൾ പ്രതിഷേധത്തിലാണ്. മാർഗനിർദ്ദേശക മണ്ഡലിൽ അംഗമായ മുരളി മനോഹർ ജോഷിയുടെ അവസ്ഥയും വ്യത്യസ്തമാകാനിടയില്ല. മത്സരിക്കാനുള്ള പ്രായപരിധി 75 ആണെന്ന് ചൂണ്ടിക്കാട്ടി മുരളി മനോഹർ ജോഷിക്കും കാൺപൂരിൽ അവസരം നൽകിയേക്കില്ല. 2014 മുതൽ പാർട്ടിയിൽ പിടിമുറുക്കിയ മോദിയും അമിത്ഷായും 2019 ആകുമ്പോഴേക്കും മുതിർന്ന നേതാക്കൾക്ക് വിരമിക്കൽ നോട്ടീസ് നൽകിയെന്നത് BJP രാഷ്ട്രീയത്തിലെ പ്രകടമായ മാറ്റം തന്നെ. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുനമ്പം മനുഷ്യക്കടത്ത് പ്രഥമദൃഷ്ട്യാ മനുഷ്യക്കടത്തെന്നും മനുഷ്യക്കടത്തിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നും കോടതി. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും തെളിവ് ലഭിച്ചാൽ കുറ്റക്കാർക്കെതിരെ അനധികൃത മനുഷ്യക്കടത്ത് കുറ്റം കൂടി ചുമത്തുമെന്നും കോടതി പരാമർശിച്ചു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അതായത് പ്രഥമദൃഷ്ട്യാ മനുഷ്യക്കടത്ത് തന്നെ എന്ന വിശദാംശമാണ് കോടതി നൽകുന്നത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ബോട്ടുടമ ഉൾപ്പെടെ 2 പേരുടെ ജാമ്യ ഹർജികളാണ് ഹൈക്കോടതി പരിഗണിച്ചത്. അത് പരിഗണിച്ചപ്പോൾ പോലീസ് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. മനുഷ്യക്കടത്ത് കുറ്റം ചുമത്താൻ ആവശ്യമായ തെളിവ് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് അറിയിച്ചത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് മനുഷ്യക്കടത്ത് കുറ്റവും കൂടി ഈ പ്രതികൾക്ക് മേൽ ചുമത്തും എന്നാണ് കോടതിയിൽ പോലീസ് വ്യക്തമാക്കിയത്. അപ്പോൾ കോടതി ചോദിച്ച കാര്യം, എന്തുകൊണ്ട് മനുഷ്യക്കടത്തുള്ള കുറ്റം ഇവർക്കെതിരെ ചുമത്തിയിട്ടില്ല? കാരണം പ്രഥമ ദൃഷ്ട്യാ ഇത് മനുഷ്യക്കടത്താണ് എന്ന് ബോധ്യപ്പെടുന്ന ചില തെളിവുകൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് കോടതി പരാമർശിക്കുകയും ചെയ്തു. ഒന്ന്, പണം വാങ്ങിയതിന്, ഈ ഇരകളിൽ നിന്ന് പണം കൈപ്പറ്റിയതിന് തെളിവുണ്ട്. മറ്റൊന്ന്, ഇരകളെ ഇതുവരെ കണ്ടെത്താനായില്ല. മൂന്നാമത്തെ കാര്യം, ഈ ഇരകൾക്ക് ബന്ധുക്കളുമായി ബന്ധപ്പെടാനുള്ള അവസരം അല്ലെങ്കിൽ അനുവാദം ലഭിച്ചിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഈ 3 സാഹചര്യങ്ങളിൽ നിന്ന് ഇത് മനുഷ്യക്കടത്താണ് എന്ന് വ്യക്തമാകുന്നതല്ലേ എന്ന് കോടതി ആരാഞ്ഞു. അപ്പോൾ പോലീസ് വ്യക്തമാക്കിയത് അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ ഈ പ്രതികൾക്കെതിരെ മനുഷ്യക്കടത്ത് കുറ്റം ചുമത്താവുന്നതാണ് എന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വിശദമായ വാദത്തിന് വേണ്ടി തിങ്കളാഴ്ചത്തേക്ക് കേസ് മാറ്റിയിരിക്കുകയാണ്. വിവരങ്ങൾ വ്യക്തമാണ് സാലി മുഹമ്മദ്. മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നാണ് കോടതിയുടെ പരാമർശം. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദ് നൽകിയത്. വീണ്ടും വാർത്തകളിലേക്ക്.
കോൺഗ്രസിൽ ഐക്യം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാസർഗോഡ് പറഞ്ഞു. കോഴിക്കോട് ഗ്രൂപ്പ് യോഗം ചേർന്നതായുള്ള ആരോപണം അന്വേഷിക്കും. അങ്ങനെ യോഗം ചേർന്നതായി കണ്ടെത്തിയാൽ നടപടി കൈക്കൊള്ളുമെന്നും മുല്ലപ്പള്ളി പ്രതികരിച്ചു. അന്വേഷിക്കണം. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ പത്രവാർത്തയാണ് ഞാൻ കണ്ടത്. എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ വിവരം കിട്ടിയിട്ടില്ല. ഞാൻ നാളെ കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ട്. ഇന്നത്തെ പരിപാടി ഞാൻ കോഴിക്കോട്ടേക്ക് അതുമാണ്. അത് അന്വേഷിച്ചുകൊണ്ട് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കർശനമായ നടപടികൾ ഞാൻ സ്വീകരിക്കും. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അച്ചടക്കം ലംഘിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. വടകര ഇടതുമുന്നണി സ്ഥാനാർത്ഥി P. ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് P. ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. അല്ല, ഇടതുപക്ഷത്തിനെതിരായിട്ട് അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, അതിന് ചില വലതുപക്ഷ മാധ്യമങ്ങൾ നല്ല നിലക്ക് കൂട്ടുനിൽക്കുക, ഇതെല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. ആ പ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഇടതുപക്ഷം രൂപപ്പെട്ട കാലത്ത് വലതുപക്ഷ കോൺഗ്രസ്സുകാർ ഇടതുപക്ഷത്തിനെതിരായിട്ട് അന്ന് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലതുപക്ഷത്ത് രണ്ട് ശക്തികളാണ്. ഒന്ന് കോൺഗ്രസ്, മറ്റൊന്ന് RSS BJP. അത് രണ്ടും ആ പഴയ പണി പുതിയ കാലത്തിനനുസരിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും തരത്തിൽ വിജയത്തെ സ്വാധീനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് നേരത്തെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്കെതിരായിട്ട് ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള മത്സരമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ ചില നയങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ആ നയങ്ങൾക്കനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കിയിട്ടല്ല ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. പിന്നെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിന്റെ നേതാവ് വന്നത് എങ്ങനെയാണ് എന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആരും മത്സരിക്കാനില്ല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിൻവാങ്ങി, മറ്റുള്ള പലരെയും പരീക്ഷിച്ചു നോക്കി, അതൊന്നും വിജയിക്കുന്നില്ല. അപ്പോൾ ഒരു ആശ്വാസ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അല്ല, RMPയെ ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആസൂത്രണം ചെയ്തുകൊണ്ട് RSS BJPയിലേക്കുള്ളൊരു പാലം സൃഷ്ടിക്കാൻ കോൺഗ്രസിന്റെ വാലായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഈ RMP എന്ന ചെറിയൊരു സംഘടനയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ശരി. അല്ല, എനിക്കതിനെപ്പറ്റി അറിയില്ല. അറിയാത്ത കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത് ശരിയില്ല. വടകര മണ്ഡലത്തിലല്ല ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷെ അവിടുത്തെ വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി P. ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വടകരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വിജയം സുനിശ്ചിതമാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. RMP കോൺഗ്രസിന്റെ വാലായി അവർ പ്രവർത്തിക്കുകയാണ്. കോൺഗ്രസ് RMPയെ ഉപയോഗിക്കുകയാണെന്നും വടകരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. പാവങ്ങളുടെ പടത്തലവൻ AKGയുടെ 42ാം അനുസ്മരണ ദിനം വിപുലമായി ആചരിക്കുന്നു. രാവിലെ കണ്ണൂർ കാൽടെക്സിലെ AKG പ്രതിമയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. CPIM നേതാക്കളായ EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ, MV ഗോവിന്ദൻ മാസ്റ്റർ, MV ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൈകുന്നേരം AKGയുടെ ജന്മനാടായ പെർളശ്ശേരിയിൽ അനുസ്മരണ റാലി നടക്കും. CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് അനുസ്മരണ റാലി ഉദ്ഘാടനം ചെയ്യും. AKG പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങളിലൂടെയാണ് ജനകീയ പ്രശ്നങ്ങൾ രാജ്യം അറിഞ്ഞതെന്ന് അനുസ്മരണ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പാർലമെന്റിൽ ഏറ്റവും ഹൃദയസ്പൃക്കായി അവതരിപ്പിച്ചിരുന്ന നേതാവായിരുന്നു AKG. പാർലമെന്റിലെ അതിപ്രഗത്ഭരായ ഭാഷാ പണ്ഡിതർ ഉണ്ടായിരുന്ന കാലമാണ്. എന്നാൽ AKGയുടെ പ്രസംഗമായിരുന്നു എല്ലാവരും കാതുകൂർപ്പിച്ച് കേട്ടിരുന്നത്. തിരുവനന്തപുരത്ത് 13.5 കോടിയുടെ ഹാഷിഷ് ഓയിലുമായി 5 അംഗ സംഘം പിടിയിൽ. ആന്ധ്രാപ്രദേശിൽ നിന്ന് മാലിയിലേക്ക് കടത്താനായി എത്തിച്ച 13.5 കിലോ ഹാഷിഷ് ഓയിലാണ് എക്സൈസ് സംഘം പിടികൂടിയത്. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം ഇവരെ പിടികൂടിയത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിക്ക് സമീപം വെച്ചാണ് ഇന്നോവ കാറിലെത്തിയ 5 അംഗ സംഘത്തെ പിടികൂടിയത്. കാറിന്റെ ഡോർ പാനലിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഹാഷിഷ് ഓയിൽ.
അന്താരാഷ്ട്ര മാർക്കറ്റിൽ 13.5 കോടി രൂപ വില വരുന്നതാണ് പിടികൂടിയ ഹാഷിഷ് ഓയിൽ. തിരുവനന്തപുരം സ്വദേശികളായ ഷഫീഖ് ഷാജൻ, ഇടുക്കി സ്വദേശികളായ അനിൽ ബാബു, ആന്ധ്ര സ്വദേശി രാംബാബു എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ആന്ധ്രയിൽ നിന്നുമാണ് ഓയിൽ കൊണ്ടുവന്നത്. പ്രധാനമായും മാലിയിൽ വിതരണം ചെയ്യുന്നതിനാണ് ഹാഷിഷ് ഓയിൽ എത്തിച്ചതെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനികുമാർ പറഞ്ഞു. ഇവരിൽ നിന്ന് 8,40,000 രൂപയും പിടികൂടിയിട്ടുണ്ട്. പിന്നിൽ കൂടുതൽ പേരുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും എക്സൈസ് സംഘം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.